ഹലോ ഗൈസ്, അങ്ങനെ അവസാനം ഇബ്രാഹിമോവിച്ചിൻ്റെ പാക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആ പാക്ക് ഒന്ന് ഒരു ട്രിക്ക് യൂസ് ചെയ്ത് പരീക്ഷിച്ച് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ 2-3 തവണ യൂസ് ചെയ്ത ട്രിക്കാണ്. അപ്പോഴൊക്കെ പ്ലേയേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ഒരു 70-80% വർക്കിംഗ് ആണ്. നമുക്ക് ആ ട്രിക്ക് ഒന്ന് ഇതിൽ പരീക്ഷിച്ച് നോക്കാം. ആദ്യം തന്നെ ആ പാക്ക് എടുക്കുക, ഒരു സിയോട് കൊടുക്കണം. ഫസ്റ്റ് തന്നെ 2 തവണ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അവസാനത്തെ ഹൈലൈറ്റ് കാർഡ് ഒന്ന് ടാപ്പ് ചെയ്ത് ബാക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ മേലോട്ട് ഓരോ ഹൈലൈറ്റ് കാർഡും ഡബിൾ ബൂസ്റ്റർ കാർഡും ടാപ്പ് ചെയ്ത് ബാക്ക് ചെയ്യണം. ലാസ്റ്റ് ഈ സ്ലാട്ടിൻ്റെ പാക്ക് വരെ, അതായത് സ്ലാട്ടിൻ്റെ കാർഡ് വരെ ടാപ്പ് ചെയ്ത് ബാക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഫോളോ ചെയ്ത് പോയാൽ മതി. ടാപ്പ് ചെയ്യുക, ബാക്ക് ചെയ്യുക. ഇതിനു മുമ്പ് ട്രൈ ചെയ്തപ്പോൾ 1-2 തവണ കിട്ടിയിട്ടുണ്ട്. ഞാനങ്ങനെ കോയിൻ പർച്ചേസ് ചെയ്ത് സ്പിൻ ചെയ്യുന്ന ആളല്ല. കോയിൻ ഇതുപോലെ സേവ് ചെയ്ത് വെച്ചിട്ട് സ്പിൻ ചെയ്യലാണ്. ഗെയിമിന് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളല്ല. ഇത് തന്നെ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ കോയിനൊന്ന് നോക്കി വെച്ചോ. 932 കോയിൻസ് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഫ്രീ സ്പിന്നിന് ശേഷം ഫസ്റ്റത്തെ 900 സ്പിന്നാണ്. അങ്ങനെ അവസാനത്തെ സ്ലാട്ടിൻ്റെ പാക്കും ടാപ്പ് ചെയ്ത് ബാക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ഫസ്റ്റ് ചെയ്ത പോലെ 2 തവണ റൊട്ടേറ്റ് ചെയ്യുക, ബാക്ക് ചെയ്യുക. 900 2 തവണ ക്യാൻസൽ കൊടുക്കുക. മൂന്നാമത്തെ തവണ ഒരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് സ്പിൻ ചെയ്യുക. നമുക്കിപ്പോൾ കാണാം ഗൈസ്, നമുക്ക് ഫസ്റ്റ് ട്രൈ തന്നെ സ്ലാട്ടിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരിക്കലും 100% വർക്കിംഗ് ട്രിക്കാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു 70-80% വർക്കിംഗ് ട്രിക്കാണ്. സ്പിൻ ചെയ്തതിൽ അധിക തവണ എനിക്ക് പ്ലേയേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ പാക്ക് കോയിൻ പർച്ചേസ് ചെയ്തിട്ട് സ്പിൻ ചെയ്യുന്ന ആളല്ല, സേവ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ടാവും എനിക്ക്. നിങ്ങൾ കോയിൻ ഉണ്ടെങ്കിൽ ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ ഗൈസ്.